നമസ്കാരം. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലഘട്ടം എങ്ങനെയായിരിക്കും? കാരണം വ്യാഴം രാശി മാറി, ശനി രാശി മാറി, രാഹു രാശി മാറി, കേതു രാശി മാറി. ഈ 4 ഗ്രഹങ്ങളുടെയും രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും വന്നു ചേരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയവും ഒന്ന് രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കാരണം എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു പൂജ നടന്നു വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും പേരും നാളും രേഖപ്പെടുത്തുകയും അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഈ ഒരു വർഷക്കാലഘട്ടം തുലാം രാശിയിൽ ജനിച്ച ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് അവരുടെ ഭാഗ്യസ്ഥാനത്താണ്. 9ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഐശ്വര്യവും ധനപരമായ നേട്ടവും സന്താന സൗഖ്യങ്ങളും സന്താനത്തിനെ കൊണ്ടുള്ള ഗുണപരമായ അനുഭവങ്ങളും നല്ല പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും ധനപരമായ നേട്ടങ്ങളും വന്നു ചേരും. ഈശ്വര അനുഗ്രഹത്താൽ സർവകാര്യങ്ങൾക്കും ഐശ്വര്യമുണ്ടാകുകയും വിഘ്നങ്ങൾ മാറുകയും ആനന്ദത്താൽ ജീവിതം ധന്യമാകുകയും ചെയ്യുന്ന സമയം എന്ന് തന്നെ പറയാം. ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം, ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം, ഇഷ്ടകാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയാണ് വ്യാഴത്തിൻ്റെ നേട്ടത്താൽ. എന്നാൽ അതേസമയം ശനി നിൽക്കുന്നത് ജന്മത്തിൻ്റെ 6ാം ഭാവത്തിൽ ആയതുകൊണ്ട് ശനിദോഷം ഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ശത്രുദോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് തന്നെ അസൂയ മനോഭാവം ഉണ്ടാകുന്നു. സൗഹൃദം, അത് സുഹൃത്തുക്കൾ എന്ന് കണ്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ സുഹൃത്തുക്കൾ അല്ലാതെയായി മാറുന്നു. അവർ ശത്രുക്കളായി മാറുന്നു. സാമ്പത്തികപരമായി നമ്മളിൽ നിന്നും കടം വാങ്ങുകയും അതിനുശേഷം അത് തിരിച്ചു തരാതെ ശത്രുവായി മാറുകയും ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് ദോഷപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ശനിയുടെ ദോഷങ്ങളുണ്ട്, എന്നാൽ വ്യാഴത്തിൻ്റെ നന്മകളും ജീവിതത്തിൽ വന്നു ചേരുന്നു. ശനിദോഷ പരിഹാരാർത്ഥം അയ്യപ്പസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതിന് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും. എന്നാൽ സർപ്പൻ 5ാം ഭാവത്തിൽ നിൽക്കുകയാണ്. സർപ്പൻ 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് മനസ്സിന് ഒരു ധൈര്യക്കുറവ്, നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സക്സസ് ആകുമോ, അല്ലെങ്കിൽ നഷ്ടത്തിൽ വരുമോ, അല്ലെങ്കിൽ എനിക്കത് നേടുവാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള ചിന്താഗതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവയെല്ലാം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. നമുക്കൊരു നേട്ടം ഉണ്ടാകുമ്പോൾ തന്നെ അതിനോടൊപ്പം നമുക്ക് മാനസികപരമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു കോട്ടങ്ങളും ജീവിതത്തിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാശിയിൽ കേതു നിൽക്കുന്നത് 11ാം ഭാവത്തിൽ. കേതുവിൻ്റെ ഇഷ്ട രാശി എന്ന് തന്നെ പറയാം 11ാം ഭാവം. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. എന്നിരുന്നാലും സൂക്ഷിക്കുക. അവസാന ഘട്ടത്തിൽ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നമ്മൾ നേരിടേണ്ടി വരും. തളരരുത്, വീണു പോകരുത്. നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുക. ഈശ്വര അനുഗ്രഹം നമ്മളിലുണ്ട്. അതിനോടൊപ്പം
നേടുവാനുള്ള മനോധൈര്യവുമുണ്ട്. മനസ്സിൽ നമുക്ക് നേടണം എന്നാഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, മടിയും അലസതയും മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യം അവസാന ഘട്ടത്തിൽ മാത്രമേ വിജയത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുവരെ നമ്മളായിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും, ഒരുപാട് തടസ്സങ്ങളുണ്ടാക്കും, അപവാദങ്ങൾ കേൾക്കും, അപമാനിക്കും, വീട്ടിനുള്ളിൽ നമുക്കൊരു വിലയില്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കും. വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കും. എന്നാൽ അന്തിമ വിജയം നമുക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും. ഭഗവാനെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും.